നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എന്തായാലും ഇന്ന് വ്യത്യസ്ത വിഷയങ്ങൾ വ്യത്യസ്ത കോടതികൾക്ക് മുന്നിലെത്തുന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. ജാമ്യം നൽകരുത് എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ SIT സംഘം രംഗത്ത് വരുന്നുണ്ട്. പ്രധാനമായും അവർ ചൂണ്ടിക്കാണിക്കുന്നത് തന്ത്രിക്ക് ജാമ്യം കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പരിവേഷം ഉപയോഗിച്ച് മറ്റുള്ളവരെ സ്വാധീനിക്കും, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇനിയും അന്വേഷിക്കാനുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SIT സംഘം പ്രധാനമായും പറയുന്നത്. മറ്റൊന്ന്, ഈ ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ റിമാൻഡിലാണ്. രാഹുലിൻ്റെ കസ്റ്റഡി അപേക്ഷ ഇന്ന് തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഇന്ന് സമർപ്പിക്കുകയാണ്. മാത്രവുമല്ല, ഈ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയ ശേഷം മാത്രം ഈ ജാമ്യാപേക്ഷ, അതായത് പ്രതിഭാഗത്തിൻ്റെ ജാമ്യാപേക്ഷ പരിഗണിക്കാം എന്നുള്ളൊരു നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും രാഹുലിനും ഇന്ന് നിർണായകമാണ്. ഇനി അഥവാ ഈ കസ്റ്റഡിയിലേക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. തിരുവല്ലയിലെ ഈ യുവതി ആരോപിച്ച, അല്ലെങ്കിൽ അതിജീവിത ആരോപിച്ച ഹോട്ടലിലടക്കം എത്തിച്ച് തെളിവെടുക്കുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. മറ്റൊന്ന്, മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസാണ്. കഴിഞ്ഞ കുറേ കാലമായി വലിയ ചർച്ചയായി കേരളത്തിലടക്കം മാധ്യമങ്ങളും അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ചർച്ച ചെയ്യുന്ന മാസപ്പടി കേസ്. ആ മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്ന് ഈ അന്തിമവാദം തുടരുകയാണ്. അങ്ങനെ ഈ 3 കേസുകൾ വ്യത്യസ്ത കോടതികൾ പരിഗണിക്കുമ്പോഴും ഈ സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളുമൊക്കെ വളരെ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അതിലെടുത്തു പറയുന്നത്, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഔദ്യോഗികമായി ഇന്ന് തുടക്കം കുറിക്കുകയാണ്. പ്രധാനമായും കോൺഗ്രസിനെ നിയോഗിച്ച നിരീക്ഷകർ മധുസൂദൻ മിസ്ത്രി അടക്കമുള്ളവർ ഇന്ന് കേരളത്തിലേക്ക് എത്തും. ആദ്യഘട്ട സീറ്റ് ചർച്ച ഇന്ന് ആരംഭിക്കും. ഇന്ന് നാളെയും അദ്ദേഹം ഇവിടെ ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി ശബരിമലയിലേക്ക് പോവുകയാണെങ്കിൽ ഭക്തിസാന്ദ്രമായിരിക്കുന്നു സന്നിധാനം എന്ന് പറയേണ്ടി വരും. കാരണം നാളെ മകരവിളക്കാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. തീർത്ഥാടകരെ വരവേൽക്കാൻ സന്നിധാനവും പരിസരവും പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. തിരുവാഭരണ ഘോഷയാത്ര നാളെ സന്നിധാനത്തെത്തും. എന്തായാലും ഈ ഭക്തർക്കുള്ള നിയന്ത്രണം ഇപ്പോൾ തന്നെ ഇന്ന് മുതൽ ആരംഭിക്കുമെന്നുള്ളതാണ് ശബരിമല സന്നിധാനത്ത് നിന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. എന്തായാലും ഇങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ നോക്കിയ ശേഷം അറിയും. തിരുവനന്തപുരം നഗരസഭയിലെ വിഴിഞ്ഞം, മലപ്പുറം മൂത്തേടം പായിപ്പാടം വാർഡ്, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലെ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 10 മുതൽ. തിരുവനന്തപുരത്ത് സ്വതന്ത്ര പിന്തുണയോടെ കോർപ്പറേഷൻ ഭരിക്കുന്ന BJPക്ക് വിഴിഞ്ഞം വാർഡിലെ വിജയം നിർണായകം. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി തലസ്ഥാനത്ത്. ഓരോ മണ്ഡലത്തിലെയും 3 പേരുള്ള പട്ടികയിൽ ആദ്യ ചർച്ച. 16-ന് കേരള നേതാക്കളുടെ യോഗം വിളിച്ച് ഹൈക്കമാൻഡ്. രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും പങ്കെടുക്കും. മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് ലോക് ഭവന് മുന്നിൽ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യ ഹർജി കൊല്ലം വിജിലൻസ് കോടതിയിൽ. ജാമ്യം നൽകരുത് എന്നും തെളിവ് നശിപ്പിക്കാൻ സാധ്യതയെന്നും SIT. ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തലിന്റെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ 1-ാം ക്ലാസ് കോടതി ഇന്ന് പരിഗണിക്കും. 7 ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ട പ്രോസിക്യൂഷൻ. അറസ്റ്റ് ചട്ടപ്രകാരമല്ല എന്നും ജാമ്യം നൽകണമെന്നും പ്രതിഭാഗം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിയായ മാസപ്പടി കേസിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഇന്നു മുതൽ അന്തിമവാദം. ജസ്റ്റിസ് അനൂപ് ബംബാനിയുടെ ബെഞ്ച് വാദം കേൾക്കും. തെരുവുനായ പ്രശ്നത്തിൽ കേന്ദ്ര സർക്കാരിന്റെയും മൃഗസ്നേഹികളുടെയും വാദം ഇന്ന് സുപ്രീം കോടതിയിൽ. ഇറാനുമായി വ്യാപാര ബന്ധമുള്ള രാജ്യങ്ങൾക്ക് മേൽ 25% അധിക തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിൽ ജനകീയ പ്രക്ഷോഭത്തിൽ 648 മരണം, 1000-ലേറെ പേർക്ക് പരിക്ക്. വാർത്തകൾ വിശദമായി നോക്കുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം വോട്ടെടുപ്പ് നടന്ന 3 തദ്ദേശ വാർഡുകളിലെ വോട്ടെണ്ണൽ ഇന്ന് നടക്കുകയാണ്. രാവിലെ 10 മണിയോടെയാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ഈ സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്നായിരുന്നു ഈ സംസ്ഥാനത്തെ ചില തദ്ദേശ വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചത്. അത് കഴിഞ്ഞ ദിവസം പൂർത്തിയായിരുന്നു. മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം എന്നീ വാർഡുകളാണ് ഇന്നലെ പോളിംഗ് ബൂത്തിലെത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ദേവിക ചേരുകയാണ്. ദേവിക, ഗുഡ് മോർണിംഗ്.
എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ തന്നെ കഴിഞ്ഞു. ഈ 3 സ്ഥലങ്ങളും മാറ്റിവെക്കുകയുണ്ടായി. മാത്രമല്ല ഈ 3 സ്ഥലം എന്ന് പറയുമ്പോഴും എടുത്തു പറയേണ്ടത്, ശ്രദ്ധിക്കപ്പെടുന്നത് തലസ്ഥാന നഗരിയിലെ വിഴിഞ്ഞം വാർഡ് തന്നെയാണ്. കാരണം കോർപ്പറേഷൻ BJPക്ക് ലഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഈ വിഴിഞ്ഞം വാർഡിലെ ഫലം BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. അത് ലഭിക്കുകയാണെങ്കിൽ ഈ സ്വതന്ത്രൻ്റെ പിന്തുണ അല്ലാതെ തന്നെ ഈ 51 എന്ന് പറയുന്ന മാജിക് നമ്പറിലേക്ക് എത്തുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വളരെ പ്രതീക്ഷയോടെയാണ് എല്ലാവരും കാത്തിരിക്കുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് ലിജിൻ. തീർച്ചയായും ലിജിൻ പറഞ്ഞതുപോലെ രാഷ്ട്രീയ കേരളത്തിന് ഇന്ന് നിർണായകമാണ്. 3 വാർഡുകളിലെ തിരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ദിവസം മാറ്റിവെച്ചിരുന്ന തിരഞ്ഞെടുപ്പുകളാണ് നടത്തിയത്. എറണാകുളത്തെ ഓണക്കൂർ, മലപ്പുറത്തെ പായിമ്പാടം, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്. ഈ വിഴിഞ്ഞം വാർഡ് എന്ന് പറയുന്നത് കേരളത്തിലെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കിയ അല്ലെങ്കിൽ BJPക്ക് ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയ തിരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ചരിത്ര വിജയമാണ് BJPക്ക് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും അതിനൊക്കെ ശേഷം ഈ കേവല ഭൂരിപക്ഷത്തിലെത്താൻ ഈ വിഴിഞ്ഞത്ത് ഇത്തവണ BJP പിടിക്കുകയാണെങ്കിൽ കേവല ഭൂരിപക്ഷത്തിലെത്താൻ ഒരു വിമതന്റെയും ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് BJPക്ക് ഈ തിരഞ്ഞെടുപ്പ് വളരെ നിർണായകമാണ്. ഇന്ന് രാവിലെ 10 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. പായിമ്പാടത്ത് 991 വോട്ടർമാരും ഓണക്കൂറിൽ 1183 വോട്ടർമാരുമാണ് ഉള്ളത്. രണ്ടിടത്തും 4 വീതം സ്ഥാനാർത്ഥികളാണുള്ളത്. എന്നാൽ വിഴിഞ്ഞത്ത് വിമതന്മാരുൾപ്പെടെ 9 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ഈ സർവശക്തിപുരം ബിനുവിനെയാണ് BJP മുന്നോട്ട് നിർത്തിയിരിക്കുന്നത്. അവർക്ക് ഈ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായിട്ടുള്ള തിരഞ്ഞെടുപ്പാണ്. വിഴിഞ്ഞം ഈ CPMന്റെ സിറ്റിംഗ് സീറ്റാണ്. 2 തവണയായി CPM ആണ് അവിടെ ഭരിക്കുന്നത്. അവരുടെ കാഴ്ചപ്പാടിൽ ഈ ഒരു സിറ്റിംഗ് സീറ്റ് നിലനിർത്താൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനും ഇത്തവണ വലിയ പ്രതീക്ഷയാണ് ഈ വിഴിഞ്ഞത്തുള്ളത്. പക്ഷേ ഇവരെക്കാളും ഏറെ ഈ തിരഞ്ഞെടുപ്പിൽ BJPക്കാണ് ഈ ഒരു വിഴിഞ്ഞം വാർഡിൽ ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇത്തവണ ചരിത്ര വിജയം BJPക്ക് നേടിക്കൊടുത്ത ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. ഒരു വിമതന്റെ കൂടി പിന്തുണയോടെ BJP ഏകദേശം ഭരണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിലും കേവല ഭൂരിപക്ഷം എന്നത് ഈ ഒരു വോട്ടെണ്ണൽ ദൂരം കൂടിയാണ് BJPക്ക് ഇതിലുള്ളത്. ലിജിൻ, ശരി. എന്തായാലും 3 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലങ്ങളാണ് ഇന്ന് അറിയാനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വിഴിഞ്ഞത്ത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. വളരെ ആത്മവിശ്വാസത്തോടെയാണ് അവർ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിച്ചതും. എന്തായാലും 10 മണിയോടെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലം വോട്ടെണ്ണൽ ആരംഭിക്കും. വളരെ പെട്ടെന്ന് തന്നെ ഫലം അറിയാനും സാധിക്കും. ദേവികയായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിലേക്ക് പോകുമ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് ഇന്ന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുകയാണ്. AICC സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി ഇന്ന് തലസ്ഥാനത്തെത്തും. പ്രധാന നേതാക്കളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. അൻഫിലിറ്റ് ഡിസൂസ ചേരുകയാണ്. അൻഫിലിറ്റ്, വളരെ പ്രതീക്ഷയോടെയാണ് UDFും കോൺഗ്രസും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്. അതിലേറെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഏതൊക്കെ മേഖല അല്ലെങ്കിൽ ഏതൊക്കെ ഘടകങ്ങളായിരിക്കും പ്രധാനമായും ചർച്ചയ്ക്ക് വരിക? ഇന്ന് മധുസൂദന മിസ്ത്രി കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷനായ മധുസൂദന മിസ്ത്രിയുടെ സംഘം ഇന്ന് കേരളത്തിലെത്തുകയാണ്. പ്രധാനമായും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലേക്ക് കടക്കുമ്പോൾ കുറെ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതായത് സ്ഥാനാർത്ഥികളെ നിർണയിക്കുമ്പോൾ പ്രധാനമായും അവരുടെ യോഗ്യത, ജയസാധ്യത ഏറ്റവും പ്രധാനമാണ്. മാത്രമല്ല താഴെ തട്ടിൽ നിന്ന് വേണം സ്ഥാനാർത്ഥികളുടെ ഏറ്റവും താഴത്തെ കമ്മിറ്റികളിൽ നിന്ന് വേണം, മണ്ഡലം ഉൾപ്പെടെയുള്ള കമ്മിറ്റികളിൽ നിന്ന്, പ്രാദേശിക തലങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച ശേഷം ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾ, അത് സിറ്റിംഗ് MLAമാർക്ക് സീറ്റ് കൊടുത്താൽ പോലും അവർ ആ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അവിടെ വീണ്ടും അവർക്ക് ജയസാധ്യത എത്രത്തോളമെന്ന് കൃത്യമായി സർവേ നടത്തി ഉറപ്പാക്കിയതിനു ശേഷം, അത് സുൽഖാനകളുവിന്റെ സർവേ ഒക്കെ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്. അതനുസരിച്ച് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികൾക്ക് മാത്രമേ, സിറ്റിംഗ് MLA ആണെങ്കിൽ കൂടി അങ്ങനെയുള്ളവർക്ക് മാത്രമേ കൊടുക്കാനുള്ള സാധ്യതയുള്ളൂ ഒരു വശത്ത്. മറുവശത്ത് സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള നേതാക്കന്മാരുടെ പ്രാദേശിക ഘടകത്തിന്റെ അഭിപ്രായം സ്വരൂപിച്ച ശേഷം അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സ്ഥാനാർത്ഥികളെ അന്തിമമായി ചർച്ചകളിൽ നടക്കുകയുള്ളൂ. കാരണം മുൻകാലങ്ങളിലൊക്കെ കണ്ടുവന്നൊരു സമീപനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതൃത്വത്തിലും അല്ലെങ്കിൽ ജില്ലാ നേതൃത്വങ്ങളിലും ഒക്കെ തീരുമാനമെടുത്ത് അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനപ്പുറത്തേക്ക് DCCയുടെ തീരുമാനത്തിനും അപ്പുറത്തേക്ക് താഴെ തട്ടിൽ നിന്ന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർണ്ണയിച്ചത് മുഴുവനും അതേ അടിസ്ഥാനത്തിലാണ്. അത് ഏറ്റവും താഴെത്തുള്ള പ്രാദേശിക ഘടകത്തിന്റെ അഭിപ്രായങ്ങൾ കൃത്യമായി ആരാഞ്ഞ ശേഷം സ്ഥാനാർത്ഥി നിർണ്ണയത്തിലേക്ക് കടക്കുകയും അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ഗുണം ചെയ്തു എന്നാണ് വിലയിരുത്തൽ. അതേ രീതി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിന്തുടരാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്.
മറ്റൊന്ന് സ്ഥാനാർത്ഥികൾ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു മണ്ഡലത്തിൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെ വരെ മൂന്നിലധികം സ്ഥാനാർത്ഥികളുടെ പേരുകൾ പട്ടികയിലുണ്ട്. അങ്ങനെയുള്ള പട്ടികയിലെ ചർച്ചകളും മണ്ഡലങ്ങളിലെ ചർച്ചകളും ഒക്കെ ആദ്യഘട്ടത്തിൽ നടക്കുന്നു. അവിടെ ഒരു ധാരണ എത്തുന്നു. ഈ രീതിയിൽ ചർച്ചകൾ മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനമായിരിക്കുന്നത്. എന്തായാലും ഇന്ന് മുതൽ ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കുകയാണ്. നേരത്തെ അനൌദ്യോഗികമായി പല ചർച്ചകളും നടന്നു. പല സ്ഥാനാർത്ഥികളും പല മണ്ഡലങ്ങളിലൊക്കെ പേരുകൾ ഉയർന്നു വന്നുവെങ്കിൽ പോലും അത്തരം ചർച്ചകൾ തികച്ചും അനൌദ്യോഗികമായിരുന്നു. എന്നാൽ ഇന്നു മുതൽ ഔദ്യോഗികമായ ചർച്ചകളിലേക്ക് കടക്കുന്നു. എത്രയും വേഗം ചർച്ചകൾ പൂർത്തിയാക്കുക. അതിനുശേഷം ഘടകകക്ഷികളുമായുള്ള ഉഭയകക്ഷി ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. ഈ ഉഭയകക്ഷി ചർച്ചകൾ ഏറെക്കുറെ 20-ാം തീയതിക്ക് മുന്നിൽ പൂർത്തിയാക്കണം. 20-ാം തീയതിക്ക് ശേഷം അത്തരം ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതോടൊപ്പം കോൺഗ്രസിന് എത്ര സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കേണ്ടതെന്നുള്ള ധാരണയുണ്ടാകുന്നു. കഴിഞ്ഞ 93 സീറ്റുകൾ കോൺഗ്രസ് മത്സരിച്ചു. ഇത്തവണ കൂടുതൽ സീറ്റുകൾ എന്തായാലും കോൺഗ്രസ് ഉണ്ടാവുകയില്ല. അതേസമയം ആ സീറ്റുകൾ വച്ചുമാറുന്ന കാര്യം ഉൾപ്പെടെയൊക്കെ തീരുമാനമെടുക്കണമെങ്കിൽ അത് ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഉണ്ടാകണം. ആദ്യം ലീഗുമായുള്ള ചർച്ചകളായിരിക്കും. പക്ഷെ ഇന്നിപ്പോൾ ആരംഭിക്കുന്നത് കോൺഗ്രസിന്റെ മാത്രം ഔദ്യോഗികമായ സീറ്റ് ചർച്ചകളിലേക്കും സ്ഥാനാർത്ഥി ചർച്ചകളിലേക്കുമാണ് കിടക്കുക. കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് AICCയുടെ കർശനമായ നിർദ്ദേശം. ഇന്നിപ്പോൾ മധുസൂദനൻ മിസ്ത്രി കേരളത്തിലെത്തുന്നു. അതിന്റെ ചർച്ചകളിലേക്ക് കടക്കുന്നു. അതിനുശേഷം കേരളത്തിലെ നിരീക്ഷകരായി നിയോഗിച്ചിട്ടുള്ള ദേശീയ നേതാക്കളുണ്ട്. തൊട്ട് പിന്നാലെ തന്നെ അവരും കേരളത്തിലേക്ക് എത്തുകയാണ്. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകരായിട്ടുള്ളവർ. അത്തരം ചർച്ചകളിലും കൂടുതൽ സജീവമായി തന്നെ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് കിടക്കുന്നു. ഇന്ന് ഇത്ര ചർച്ച ഒരു 3 ദിവസത്തിനുള്ളിൽ ചർച്ചകൾ അവസാനിപ്പിക്കുക. ഏറെക്കുറെ ഒരു അന്തിമ ധാരണയിലെത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുശേഷം ഉഭയകക്ഷി ചർച്ചകളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്നാൽ അതിവേഗത്തിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ ചർച്ചകളിലേക്ക് ഇന്നു മുതൽ കടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊന്ന് കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ ഇന്ന് തലസ്ഥാനത്തുണ്ട്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കം തലസ്ഥാനത്തുണ്ട്. ഇന്ന് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിലെ നയങ്ങൾക്കെതിരെ ലോക്ഭവനിൽ രാപ്പകൽ സമരം 2 ദിവസം ഇന്നും നാളെയും സമരം നടത്തുകയാണ് കോൺഗ്രസ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഒന്നടങ്കമാണ് ഈ സമരത്തിൽ നിൽക്കുന്നത്. രാവിലെ 10 മണി മുതൽ സമരം ആരംഭിക്കും. അങ്ങനെ ഇന്ന് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ശ്രദ്ധയാകർഷിക്കുന്ന ഒരു ദിനം കൂടിയാണ്. അതോടൊപ്പം തന്നെയും കേന്ദ്ര നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നതിനോടൊപ്പം തന്നെയും ഔദ്യോഗികമായ ചർച്ചകളിലേക്കും കോൺഗ്രസ് സ്ഥാനാർത്ഥി. ശരി അൻഫ്ലിറ്റ്, എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്നതാ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി AICC നിയോഗിച്ച സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി അടക്കമുള്ളവർ സംസ്ഥാനത്തേക്ക് എത്തുകയാണ്. മാത്രമല്ല കർശന നിർദ്ദേശങ്ങൾ AICC നൽകിയിട്ടുണ്ട്. MP-മാർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അവിടെ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല വിജയ സാധ്യത മാത്രമായിരിക്കണം പ്രധാന ഘടകം. സ്ഥാനാർത്ഥി നിർണയത്തിലെ പ്രധാന ഘടകം പ്രാദേശിക നേതാക്കളെ അല്ലെങ്കിൽ പ്രാദേശിക നേതൃത്വത്തിൻ്റെ കൂടെയൊക്കെ തന്നെ അഭിപ്രായം മുഖവിലേക്ക് എടുത്തുകൊണ്ട് വിജയ സാധ്യത കൽപ്പിക്കുന്ന വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ആയിരിക്കണം പ്രഖ്യാപിക്കേണ്ടത്. അങ്ങനെ നിരവധിയായിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ AICC നൽകിയിട്ടുണ്ട്. ഗ്രൂപ്പ് വീതം വയ്പ് ഇത്തവണ അനുവദിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും നമുക്കത് വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും. അൻഫ്ലിറ്റായിരുന്നു വിവരങ്ങൾ നൽകിയത്. അതേസമയം മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അന്തസ്സത്ത തകർത്തുവെന്ന് ആരോപിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ കോൺഗ്രസിന്റെ രാപ്പകൽ സമരം ലോക്ഭവന് മുന്നിൽ ഇന്നും നാളെയുമാണ് സമരം നടത്തുക. രാവിലെ 10 മണിക്ക് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP സമരം ഉദ്ഘാടനം ചെയ്യും. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA അധ്യക്ഷത വഹിക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തുടങ്ങിയവരും പങ്കെടുക്കും. നാളെ രാവിലെ 10 മണിക്ക് സമരം അവസാനിക്കും. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റിലായ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് പരിഗണിക്കും. ദേവസ്വം മുൻ പ്രസിഡന്റും CPM നേതാവുമായ A. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി തീരുന്നതിനാൽ ഇന്ന് വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. സുധീഷ് കുമാർ ചേരുകയാണ്. സുധീഷ്, ഈ തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. കാരണം തന്ത്രിയെ കുടുക്കിയതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു ഭാഗത്ത് വരുമ്പോഴും മറുവശത്ത് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചാൽ അത് സാക്ഷികളെ സ്വാധീനിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് SIT മുന്നോട്ട് വയ്ക്കുന്നത്. എന്താണ് വിവരങ്ങൾ?
തീർച്ചയായും ലിജിൻ, അങ്ങനെ തന്നെയാണ്. തന്ത്രി കണ്ഠരരാജിയുടെ ജാമ്യാപേക്ഷ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതിയിൽ പരിഗണിക്കുമ്പോൾ കോടതിക്ക് മുമ്പിലുള്ള പ്രോസിക്യൂഷന്റെ പ്രധാനമായി മുന്നോട്ട് വെക്കുന്ന, അതായത് SIT മുന്നോട്ട് വെക്കുന്ന പ്രധാനമായ ഒരു വാദം എന്ന് പറയുന്നത്, തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ച് ഈ കേസിൽ മറ്റ് മുന്നോട്ടുള്ള പോക്കിനെ അത് തടസ്സപ്പെടുത്തുമെന്ന തരത്തിലുള്ള SIT വാദം അതുകൂടി പരിഗണിക്കേണ്ടിയിരുന്നു കോടതിക്ക്. തീർച്ചയായും ഇദ്ദേഹം ഈ ഒരു ഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ജാമ്യം നൽകുക, അത് കോടതി ഇതുവരെ ജാമ്യാപേക്ഷയുമായി കോടതി ഈ കേസിൽ അറസ്റ്റിലായവരൊക്കെ തന്നെ വിജിലൻസ് കോടതിയെ സമീപിച്ചെങ്കിലും ആർക്കും ജാമ്യം നൽകിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്നും അത്തരത്തിൽ തന്ത്രിയുടെ ജാമ്യാപേക്ഷയും കോടതി തള്ളുന്നതിനുള്ള സാഹചര്യങ്ങളാണുള്ളത്. കോടതി പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്ന, അതായത് പ്രോസിക്യൂഷൻ കണ്ടെത്തിയിരിക്കുന്ന ചില വാദങ്ങൾ, ഇദ്ദേഹത്തിന് ഈ സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ ഗൂഢാലോചനയിൽ തന്ത്രിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന് ആണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ആ ഒരു കാര്യം തന്നെയാണ് അവർ ഇത്തരത്തിൽ SIT ഇപ്പോൾ കോടതിയെ ബോധിപ്പിക്കാൻ, ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്നാൽ തന്ത്രിയെ കേസിൽ കുടുക്കിയതാണെന്നും അദ്ദേഹത്തിന് സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലെന്നുമാണ് പ്രതിഭാഗം വാദം ഉന്നയിക്കുന്നത്. ഏതായാലും തന്ത്രിക്കെതിരെയുള്ള റിമാൻഡ് റിപ്പോർട്ടിലും ഒക്കെ തന്നെ SIT കൃത്യമായ ഈ കാര്യങ്ങളൊക്കെ വിശദമാക്കിയിരുന്നു. ഈ കേസിൽ തന്ത്രിക്ക് കൃത്യമായ പങ്കുണ്ട്, തന്ത്രിയുടെ ഗൂഢാലോചന അത് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടു എന്ന തരത്തിലുള്ള ഒരു റിമാൻഡ് റിപ്പോർട്ടുമായിരുന്നു SIT സമർപ്പിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ന് ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ തന്ത്രിക്ക് ജാമ്യം നൽകുന്നതിനുള്ള സാഹചര്യങ്ങൾ നിലവിൽ ഇല്ല എന്ന് വേണം കരുതാൻ. ഒപ്പം തന്നെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് അന്വേഷണങ്ങളുടെ മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായും ഒക്കെ തന്നെ കേസിന്റെ മുന്നോട്ടുള്ള പോക്കിനെ അത് സാരമായി ബാധിക്കുമെന്ന തരത്തിൽ SIT ഈ കേസിന് ജാമ്യ ഹർജി തള്ളണം എന്ന ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത്. ഒപ്പം തന്നെയാണ് ദേവസ്വം മുൻ പ്രസിഡന്റും പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി തീരുന്നതോടുകൂടി ഇന്ന് വീണ്ടും വിജിലൻസ് കോടതിയിൽ ഹാജരാക്കും. പത്മകുമാറിന്റെ റിമാൻഡ് കാലാവധി വീണ്ടും നീട്ടി നൽകുന്നതിനുള്ള ഒരു സാധ്യതയും ഇന്നുണ്ട്. ശരി, എന്തായാലും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് തന്ത്രിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. മാത്രമല്ല തന്ത്രിയും അതോടൊപ്പം തന്നെ ഒന്നാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നുള്ളതാണ് SIT സംഘം പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ പല വിവരങ്ങളും, അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളൊന്നും ലഭിച്ചില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ്. എന്തായാലും ഇന്നത് കോടതിയുടെ മുൻപിൽ എത്തുകയാണ്. സുധീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ റിമാൻഡിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല ജുഡീഷ്യൽ 1ാം ക്ലാസ് കോടതി ഇന്ന് പരിഗണിക്കും. പ്രോസിക്യൂഷൻ 7 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അറസ്റ്റ് ചട്ടപ്രകാരമല്ല എന്നും ജാമ്യം നൽകണമെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. വിവരങ്ങളുമായി കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞതുപോലെ നേരത്തെ വലിയ വിവാദങ്ങളുണ്ടാകുന്നു. 3ാമത്തെ കേസിൽ അദ്ദേഹം അറസ്റ്റിലാകുന്നു. ഇപ്പോൾ ഇത് റിമാൻഡിലുമാണ്. ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കസ്റ്റഡി അപേക്ഷ ഇന്നിതാ സമർപ്പിക്കുമ്പോൾ കസ്റ്റഡിയിൽ നൽകാനുള്ള സാധ്യത തന്നെയല്ലേ ഉള്ളത്? മറ്റൊന്ന്, ഈ ജാമ്യത്തിലുള്ള വാദം, ജാമ്യാപേക്ഷയിൽ വാദം എന്തായാലും ഉണ്ടാവുക ഈ കസ്റ്റഡി അപേക്ഷയിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടായതിനു ശേഷമായിരിക്കുമല്ലോ. അതെ ലിജിൻ, ഇപ്പോൾ പ്രത്യേക അന്വേഷണം പറയുന്നത് 7 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നാണ് രാഹുലിനെ. അതായത് ഈ അപേക്ഷ പരിഗണിച്ച കോടതി അതുകൊണ്ട് തന്നെ ഇന്ന് രാഹുലിനെ നേരിട്ട് കോടതിയിൽ ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കാര്യം, ഈ പീഡനം നടന്ന ഹോട്ടലിലടക്കം ഈ രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കാനാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതായത് അതിജീവിതയുടെ നഗ്ന ചിത്രങ്ങൾ ചിത്രീകരിച്ച മൊബൈലും ലാപ്ടോപ്പും ഉൾപ്പെടെ കണ്ടെത്താനുമുണ്ട്. ഇവയൊക്കെ കണ്ടെത്താനും ഒക്കെ ആയിട്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിൽ വേണമെന്ന പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. ഇതിനായിട്ട് ഈ പാലക്കാട്ടും അതുപോലെ രാഹുലിന്റെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കസ്റ്റഡി അപേക്ഷ ഇന്ന് അനുവദിക്കാനാണ് സാധ്യത. ഇതിനകത്ത് രാഹുലിന്റെ ജാമ്യാപേക്ഷ നൽകിയിട്ടുണ്ട്. അത് പരിഗണിക്കുന്നത് മാറ്റുമെന്നാണ് കരുതുന്നത്. ഈ അതിക്രൂരമായി മർദ്ദിച്ചു എന്നത് മാത്രമല്ല, കൂടാതെ ഈ പണം തട്ടി, അതായത് സാമ്പത്തിക ചൂഷണം നടത്തി എന്നത് ഉൾപ്പെടെ യുവതി മൊഴി നൽകിയിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള കാര്യമായതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ തെളിവ് ശേഖരിക്കേണ്ടതുണ്ട്, കൃത്യമായ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുകയും ജാമ്യാപേക്ഷ മാറ്റുകയുമാണ് ചെയ്യുക. ഈ കുറ്റം താൻ ചെയ്തിട്ടില്ലെന്നും ഉപേക്ഷ പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് ഉള്ളത് എന്നതടക്കമാണ് രാഹുലിന്റെ പ്രതിഭാഗം വാദിക്കുന്നത്. എന്നാൽ ഈ ജാമ്യാപേക്ഷ എന്തായാലും ഈ കസ്റ്റഡി അപേക്ഷ പരിഗണിച്ച ശേഷം മാത്രമായിരിക്കും കോടതിയിൽ വരിക. ലിജിൻ, കണ്ണൻ, അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, ഈ നേരത്തെ 2 കേസുകളിലും കൃത്യമായിട്ടുള്ള തെളിവുകളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ പ്രോസിക്യൂഷന് ഹാജരാക്കാൻ സാധിച്ചതുമില്ല. സ്വാഭാവികമായും രാഹുൽ വളരെ നിസ്സാരമായി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ ഗൗരവത്തോടെ അല്ലെങ്കിൽ കാര്യഗൗരവത്തോടു കൂടെ തന്നെയായിരിക്കും ഈ ഒരു കേസിൽ, 3ാമത്തെ കേസിൽ SIT സംഘം മുന്നോട്ട് പോവുക എന്ന് വേണ്ട കരുതാൻ.
അതെ, തീർച്ചയായും ആദ്യത്തെ 2 കേസുകളിൽ നിന്നും വ്യത്യസ്തമായി കൃത്യമായ തെളിവുകൾ ഈ മൂന്നാമത്തെ കേസിൽ ശേഖരിച്ചിട്ടുണ്ട്. യുവതിയുടെ മൊഴിയിലടക്കം അത്തരം കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 2 കേസുകളും അത്തരത്തിൽ നിലനിൽക്കുന്നതായിരുന്നില്ല ഈ ഇവരുടെ മൊഴിയും അതുപോലെ തെളിവുകളും ഒന്നും. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഈ അന്വേഷണം നടത്തുകയും രഹസ്യാത്മകമായ രീതിയിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുമൊക്കെ അന്വേഷണ സംഘം ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുക്കാനും അതുപോലെ അറസ്റ്റ് രേഖപ്പെടുത്താനും ഒക്കെ സാധിച്ചത്. ഇത് കോടതിയിൽ എത്തുമ്പോഴും ഇത്തരത്തിലുള്ള തെളിവുകൾ കൃത്യമായി, അതായത് ഡിജിറ്റൽ തെളിവുകളും അതുപോലെ ഈ യുവതിയുടെ മൊഴിയും അടക്കം കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ട്. ആ ഒരു ബലത്തിലാണ് ഈ അന്വേഷണ സംഘവും ഉള്ളത്. അലിജ്, ശരി. എന്തായാലും ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിലാണ് ഇന്നത് കസ്റ്റഡി അപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നത്. 7 ദിവസത്തെ കസ്റ്റഡി വേണം എന്നുള്ളതാണ് പ്രത്യേക ഈ അന്വേഷണ സംഘം ആവശ്യപ്പെടുന്നത്. മാത്രമല്ല തിരുവല്ലയിലെ ഹോട്ടലിൽ ഉൾപ്പെടെ രാഹുലിനെ എത്തിച്ച് തെളിവെടുക്കാനും നീക്കം നടക്കുന്നുണ്ട്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ എക്സാലോജിക് കമ്പനി ഉൾപ്പെട്ട ദുരൂഹ സാമ്പത്തിക ഇടപാട് കേസിൽ ദില്ലി ഹൈക്കോടതിയിൽ ഇന്നു മുതൽ അന്തിമ വാദം കേൾക്കും. ജസ്റ്റിസ് അനൂപ് അംബാനിയുടെ ബെഞ്ചാണ് വാദം കേൾക്കുക. SFIO അന്വേഷണത്തിനും തുടർ നടപടിക്കുമെതിരെ CMRL കമ്പനി നൽകിയ ഹർജിയിലാണ് വാദം കേൾക്കൽ. ഒക്ടോബർ 28-ന് ഹർജി പരിഗണിച്ചപ്പോൾ SFOയ്ക്കും കേന്ദ്ര സർക്കാരിനുമായി അഭിഭാഷകർ കോടതിയിൽ ഹാജരായിരുന്നില്ല. തുടർന്നാണ് ജസ്റ്റിസ് റീന ബെൻസാൽ കൃഷ്ണ വാദം കേൾക്കാൻ മാറ്റിയത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും ക്രമക്കേടിനെ കേന്ദ്രം കേസ് സീരിയസ് ആയി കാണുന്നില്ല എന്ന് CMRLന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ വാദിച്ചിരുന്നു. കേസ് നീട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്ന് SFIOയും CMRLും ആരോപിക്കുന്നുണ്ട്. ശബരിമലയിൽ മകരവിളക്കും മകരസംക്രമ പൂജയും നാളെ നടക്കും. തീർത്ഥാടകരെ വരവേൽക്കാൻ സന്നിധാനത്തും പരിസരത്തും എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. കനത്ത നിയന്ത്രണങ്ങളാണ് സന്നിധാനത്തും പമ്പയിലും ഏർപ്പെടുത്തിയിരിക്കുന്നത്. രജിത് കുമാർ ചേരുകയാണ്. രജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് വലിയ രീതിയിലുള്ള ഭക്തജന തിരക്ക്. അതിപ്പോഴും തുടരുന്നു എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല ഇന്ന് മുതൽ ഈ ഭക്തർക്കുള്ള നിയന്ത്രണങ്ങളും അവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഏർപ്പെടുത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് അവിടെ നിന്ന് നൽകാനാകുന്ന വിവരം? ശബരിമലയിൽ മകരവിളക്കിനോടനുബന്ധിച്ചുകൊണ്ടുള്ള എല്ലാ ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായിരിക്കുന്നു എന്നത് തന്നെയാണ്. കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കൂടുതൽ അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തമ്പടിക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇന്ന് 35,000 അയ്യപ്പ ഭക്തർക്കാണ് വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് അനുവദിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ 5,000 പേർക്ക് കൂടി സ്പോട്ട് ബുക്കിംഗും അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം 40,000 അയ്യപ്പ ഭക്തർ മാത്രമാണ് ഇന്ന് സന്നിധാനത്ത് ദർശനം നടത്താനായി എത്തുക. എന്നാൽ ഇതിനു മുൻപേ കഴിഞ്ഞ 2 ദിവസമായി അയ്യപ്പ ഭക്തർ, അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സന്നിധാനത്ത് തമ്പടിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ വലിയൊരു തിരക്ക് സന്നിധാനത്ത് ഇപ്പോൾ തുടരുന്നുണ്ട്. അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. ഇന്ന് എത്തുന്ന അയ്യപ്പ ഭക്തരും ഒരുപക്ഷെ അന്യ സംസ്ഥാനത്തു നിന്നുള്ള അയ്യപ്പ ഭക്തർ പൂർണ്ണമായും സന്നിധാനത്ത് തമ്പടിക്കാൻ തന്നെയാണ് സാധ്യത. കാരണം സന്നിധാനത്തും പരിസര പ്രദേശങ്ങളിലുമായി ഏകദേശം 10ഓളം സ്ഥലങ്ങളിൽ നമുക്ക് മകരവിളക്ക് ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ആ സ്ഥലങ്ങളിലേക്കൊക്കെ മാറി ദർശനത്തിനായി നിൽക്കും. നിലവിൽ 1.5 ലക്ഷം മുതൽ 2 ലക്ഷം പേർ സന്നിധാനത്ത് മാത്രം മകരവിളക്ക് ദർശിക്കുന്നതിനായി ഉണ്ടാകുമെന്നാണ് പോലീസ് കണക്കാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ഒരുക്കങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. കടുത്ത നിയന്ത്രണങ്ങളാണ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തേക്ക് അയ്യപ്പ ഭക്തരുടെ എണ്ണം 35,000-ആയി ചുരുക്കിയപ്പോൾ നാളെ അത് 30,000 മാത്രമാണ്. ഒപ്പം തന്നെ പമ്പയിൽ നിന്നും അയ്യപ്പ ഭക്തരെ കടത്തിവിടുന്നത് രാവിലെ 11 മണിക്ക് ശേഷം, നാളെ രാവിലെ 11 മണിക്ക് ശേഷം അയ്യപ്പ ഭക്തരെ പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് കടത്തിവിടുകയില്ല. അതേ സമയത്ത് തന്നെ 10 മണിക്ക് ശേഷം നിലയ്ക്കൽ നിന്നും അയ്യപ്പ ഭക്തരെ കടത്തിവിടുകയില്ല. നിലവിൽ വാഹനങ്ങൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃത്യമായി അയ്യപ്പ ഭക്തർ മകരവിളക്ക് ദർശനത്തിന് ശേഷം പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ച് തിരികെ പമ്പയിലേക്ക് മടങ്ങണമെന്നാണ് ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ദേവസ്വം ബോർഡും നൽകുന്ന നിർദ്ദേശം. അവ പാലിക്കാൻ അവർ തയ്യാറാകണമെന്നും അവർ അഭ്യർത്ഥിക്കുന്നുണ്ട്. എന്തുതന്നെയായാലും വലിയൊരു തിരക്ക് ഇപ്പോൾ സന്നിധാനത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇങ്ങോട്ടേക്കുള്ള വഴികളിലൊക്കെയും വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ലെങ്കിലും സന്നിധാനത്ത് ഇത്തരത്തിലുള്ള ഒരു വലിയ തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നിലവിൽ ശബരിമലയിൽ മകരവിളക്കിനോടനുബന്ധിച്ചുള്ള
നേതൃത്വത്തിലുള്ള പൂജകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ആചാരപരമായി പമ്പയിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള തിരുവാഭരണ ഘോഷയാത്ര ഇന്നലെ വൈകിട്ട് ക്ഷേത്രത്തിൽ ശേഷം ഇന്നിപ്പോൾ യാത്ര തുടർന്നിട്ടുണ്ട്. ഗുരുസ്വാമി KN മരുതമന ശിവൻകുട്ടിയുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ ആണ് ഈ തിരുവാഭരണ ഘോഷയാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നത്. പല്ലക്കുവാഹ സംഘം, രാജപ്രതിനിധി ഉൾപ്പെടുന്ന പല്ലക്കുവാഹ സംഘം ഉൾപ്പെടെ ഇപ്പോഴും തുടരുന്നുണ്ട്. അതേസമയത്ത് ഇന്ന് ശരി രജിത്ത്, എന്തായാലും വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നു. നാളെയാണ് മകരവിളക്ക്, അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും അവിടെ പൂർത്തിയായിട്ടുണ്ട്. മാത്രമല്ല നല്ല തിരക്ക് അനുഭവപ്പെടുമ്പോൾ അതിനുള്ള ക്രമീകരണങ്ങളും അതിനുള്ള നിർദ്ദേശങ്ങളും പോലീസ് അടക്കം നൽകുന്നുണ്ട്. രജിത്തായിരുന്നു വിവരങ്ങൾ നൽകിയത്. അതേസമയം തിരുവാഭരണ ഘോഷയാത്ര 2ാം ദിനത്തിൽ എത്തിയിരിക്കുകയാണ്. കണ്ണൻ ദേവ് വിവരങ്ങളുമായി ചേരുന്നു. കണ്ണൻ, ഈ തിരുവാഭരണ ഘോഷയാത്ര ആരംഭിച്ചത് മുതൽക്ക് തന്നെ വലിയ ഒരു തിരക്കുണ്ടായിരുന്നു. മാത്രമല്ല അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇപ്പോൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ യാത്ര പുരോഗമിക്കുകയാണ്. അതെ ലിജിൻ, ഇന്നലെ പന്തളത്ത് നിന്നും പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്രാ സംഘം പന്തളം മണികണ്ഠനാൽത്തറ വഴി കുളനട ദേവീക്ഷേത്രത്തിൽ തുടർന്ന് ഉള്ളന്നൂർ ആറന്മുള ക്ഷേത്രങ്ങൾ വഴി അയിരൂർ പുതിയകാവ് ക്ഷേത്രത്തിലെത്തി യാത്ര അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് ഇന്ന് പുലർച്ചെ 2 മണിയോടെയാണ് അയിരൂരിൽ നിന്നും യാത്ര തുടർന്നത്. ഇന്നിനി ഇടപ്പാവൂർ, പേരൂച്ചാൽ വഴി ഇടക്കുളം, ആഴിക്കൽ എന്നിവിടങ്ങളിൽ, അവിടെ നിന്ന് റാന്നിയിലും വടശ്ശേരിക്കരയിലും എത്തും. ഇവിടങ്ങളെല്ലാം വലിയ സ്വീകരണമാണ് തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ലഭിക്കുക. അവിടെ നിന്നും പെരുന്നാട് ശാസ്താക്ഷേത്രത്തിലാണ് ഉച്ചഭക്ഷണം. പിന്നീട് രാത്രിയോടെ ഇന്ന് ലാഹ വനംവകുപ്പ് സത്രത്തിലെത്തും. അവിടെയാണ് രാത്രി ഇന്ന് വിശ്രമിക്കുക. ഇന്നലെയും വലിയ രീതിയിലുള്ള സ്വീകരണം ഈ പരമ്പരാഗത പാതയിലെല്ലാം തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ലഭിച്ചിരുന്നു. ഈ ഘോഷയാത്ര കടന്നു പോകുന്ന പാതയിൽ 11 സ്ഥലങ്ങളിൽ ഈ ആഭരണപ്പെട്ടി തുറന്ന് ദർശനമുണ്ട്. അതൊക്കെ ദർശിക്കാൻ നിരവധി ഭക്തരാണ് കാത്തുനിന്നത്. ഇന്നിനി അതിനുശേഷം മകരവിളക്ക് ഇന്ന് ഈ ലാഹ സത്രത്തിലെത്തി വിശ്രമിച്ച ശേഷം നാളെയാണ് ഈ കാനനപാതയിലൂടെ ഈ തിരുവാഭരണ ഘോഷയാത്ര നീങ്ങുക. പ്ലാപ്പള്ളിയിൽ നിന്നും അട്ടത്തോട് വഴി വലിയാനവട്ടവും ചെറിയാനവട്ടവും കടന്ന് വൈകിട്ടോടെയാണ് ഈ നാളെ ശരംകുത്തിയിലെത്തുക. അവിടെ നിന്നും ദേവസ്വം ബോർഡ് അധികൃതർ ഘോഷയാത്രയെ സ്വീകരിച്ച് ശബരിമല സന്നിധാനത്തെത്തിക്കും. സന്ധ്യയോടെയാണ് വിഗ്രഹങ്ങൾ തിരുവാഭരണങ്ങൾ ചാർത്തി ദീപാരാധന നടത്തുന്നത്. എന്തായാലും ഇന്നും ഈ യാത്രയിൽ വലിയ രീതിയിലുള്ള സ്വീകരണമായിരിക്കും തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് ലഭിക്കുക. വിവിധ ക്ഷേത്രങ്ങളിലും അതുപോലെ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിലുമൊക്കെ വലിയ രീതിയിലുള്ള സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ പന്തളത്ത് നിന്നും പുറപ്പെട്ടത് മുതൽ ഭക്തജനങ്ങളുടെ വലിയൊരു ബാഹുല്യം തന്നെ കാണാമായിരുന്നു. അത് ഈ പരമ്പരാഗത പാതയിലെല്ലാം എല്ലാ വർഷത്തെയും പോലെ വീടുകളിലുമൊക്കെ ഈ പാതയുടെ ഇരുവശത്തുമുള്ള സ്ഥലങ്ങളിലുമൊക്കെ വലിയ രീതിയിലുള്ള സ്വീകരണമാണ് ലഭിക്കുന്നത്. മകരവിളക്കിന് ശബരിമല അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങളുമായുള്ള ഘോഷയാത്ര 2ാം ദിനത്തിലാണ്. വലിയ ഭക്തരുടെയൊക്കെ വലിയ ഭക്തിസാന്ദ്രമായിട്ടാണ് ആ യാത്ര മുന്നോട്ട് പോകുന്നത്. കണ്ണനാണ് വിവരങ്ങൾ നൽകിയത്. കാസർഗോഡ് കുമ്പളയിലെ താൽക്കാലിക ടോൾ ബൂത്തിനെതിരെ ഇന്നു മുതൽ അനിശ്ചിതകാല സമരം. കേന്ദ്ര നിയമം പാലിക്കാതെ താൽക്കാലിക ടോൾ ബൂത്ത് നിർമ്മിച്ചുള്ള പിരിവിനെതിരെ വൻ ജനരോഷം ഉയർന്നു കഴിഞ്ഞു. ഇന്നലെ നടത്തിയ സമരത്തിൽ മഞ്ചേശ്വരം MLA ഉൾപ്പെടെയുള്ള സമരക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ദേശീയപാതയിൽ 60 കിലോമീറ്റർ ദൂരപരിധിയിലാണ് ടോൾ ബൂത്ത് പ്രവർത്തിക്കേണ്ടത്. എന്നാൽ തലപ്പാടി അതിർത്തിയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയായാണ് കുമ്പള ആരിക്കാടിയിൽ ടോൾ ബൂത്ത് നിർമ്മിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്നത്. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി കോടതി പരിഗണിക്കാനിരിക്കവെയാണ് അധികൃതർ ടോൾ പിരിവ് ആരംഭിച്ചത്. ഇതോടെ ജനകീയ സമരത്തിന്റെ മുഖം തുറന്നു. കുമ്പള ആരിക്കാടിയിലെ താൽക്കാലിക ടോൾ പ്ലാസക്കെതിരെ AK മഷറഫ് MLA നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ സമരത്തെ നേരിടുവാൻ ഇറക്കിയത് 400-ൽ പരം പോലീസുകാരെ. മഞ്ചേശ്വരം MLA-യുമായി SP നടത്തിയ സമവായ ചർച്ച ഫലം കാണാതെ വന്നതോടെ MLA ഉൾപ്പെടെയുള്ള സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി. തുടർന്ന് ടോൾ പിരിവ് ആരംഭിച്ചു. എന്നാൽ ചൊവ്വാഴ്ച മുതൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് MLA അറിയിച്ചു. കേരളത്തില് ഇപ്പൊ തൊട്ടപ്പുറത്ത് മേഘ കൺസ്ട്രക്ഷൻ കമ്പനി എടുത്ത ആ റീച്ച് പൂർത്തിയാക്കണമെങ്കിൽ സാമാന്യ ബുദ്ധിക്ക് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒരു 2 years എങ്കിലും എടുക്കും. അതിനപ്പുറം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, കേരളത്തിൽ ഏതൊക്കെ റീച്ചിൽ ഏറ്റവും മികച്ച കമ്പനികൾ പൂർത്തിയാക്കി അവിടെയൊക്കെ ഇവർ ഈ ടോൾ സ്ഥാപിക്കും. കുമ്പള, മഞ്ചേശ്വരം, മംഗൽപാടി, കാസർഗോഡ് തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആയിരങ്ങളായ വാഹനയാത്രക്കാർക്ക് വൻ സാമ്പത്തിക നഷ്ടമുണ്ടാക്കുന്നതാണ് താൽക്കാലിക ടോൾ ബൂത്ത് സ്ഥാപിച്ചുള്ള പിരിവ്. ജനകീയ സമരത്തെ തുടർന്ന് മംഗലാപുരത്തേക്കുള്ള ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. അമൃത ന്യൂസ്, കാസർഗോഡ്.
അതേസമയം ഇറാനിൽ ജനകീയ പ്രക്ഷോഭം തുടരുകയാണ്. ഈ പ്രക്ഷോഭത്തിൽ ഏകദേശം 648 പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് റിപ്പോർട്ടുകൾ. 1000-ഓളം പേർക്ക് പരിക്കേറ്റതായും ഇറാൻ ഹ്യൂമൻ റൈറ്റ്സിന്റെ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. മരണസംഖ്യ ഇതിലും കൂടുതലായിരിക്കാമെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ്. 10,000-ഓളം പേരാണ് അറസ്റ്റിലായത്. പ്രക്ഷോഭത്തിന്റെ വ്യാപ്തി മറച്ചുവെക്കുന്നതിനായിട്ടാണ് കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇന്റർനെറ്റ് ബന്ധം വിച്ഛേദിച്ചിരിക്കുന്നത് എന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു. 1979-ലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാന്റെ ഭരണവ്യവസ്ഥ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭം. രാജ്യവ്യാപകമായി നടന്ന ബഹുജന റാലികളിലൂടെ ഇറാനിയൻ അധികാരികൾ തെരുവുകളുടെ നിയന്ത്രണം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ഇറാനുമായി വാണിജ്യ ബന്ധമുള്ള രാജ്യങ്ങൾക്ക് മേൽ 25% തീരുവ പ്രഖ്യാപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വൈറ്റ് ഹൗസിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ട്രൂത്ത് സോഷ്യലിലും ട്രംപ് ഇക്കാര്യം പോസ്റ്റ് ചെയ്തു. ഇറാൻ സർക്കാരിനെതിരായ പ്രക്ഷോഭങ്ങൾ 2 ആഴ്ച പിന്നിടുന്നതിനിടയിൽ അമേരിക്കയുടെ പുതിയ നീക്കം ഇറാന് സമ്മർദ്ദമുണ്ടാക്കിയേക്കും. 600-ഓളം പേരുടെ മരണത്തിന് ഇടയാക്കിയ പ്രതിഷേധ അടിച്ചമർത്തലിനെതിരെ ടെഹ്റാനിൽ സമ്മർദ്ദം ചെലുത്താനാണ് അമേരിക്കയുടെ നീക്കം. അതേസമയം വ്യാപാര കരാർ വിഷയത്തിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള തുടർ ചർച്ചകൾ ഇന്ന് ആരംഭിക്കുമെന്ന് സൂചന. ഇന്ത്യയിലെ പുതിയ US അംബാസഡർ സെർജിയോ ഗോറാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ത്യ എന്നും അമേരിക്കയുടെ നല്ല സുഹൃത്താണെന്നും യഥാർത്ഥ സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെന്നും എന്നാൽ അവ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ പോലെ അനിവാര്യമായ മറ്റൊരു പങ്കാളി അമേരിക്കയ്ക്ക് വേറെയില്ല. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ വ്യാപാരത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. എന്നാൽ വ്യാപാര ചർച്ചകൾ തുടരുന്നത് സംബന്ധിച്ച് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള വെനസ്വേലൻ എണ്ണക്കപ്പലിലെ ഇന്ത്യക്കാരായ ജീവനക്കാരെ വിട്ടയച്ചു. കപ്പലിൽ 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 28 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇവരിൽ 17 പേർ യുക്രൈനികളും 2 പേർ റഷ്യക്കാരും 6 പേർ ജോർജിയക്കാരുമാണ്. റഷ്യൻ മുങ്ങിക്കപ്പലിന്റെ അകമ്പടിയോടെ സഞ്ചരിക്കവെയാണ് ബെല്ല 1 US സേനയുടെ പിടിയിലായത്. ഉപരോധം മറികടന്ന് ഇറാനുമായി എണ്ണ വ്യാപാരം നടത്തിയതിന് കപ്പലിലെ US നേരത്തെ തന്നെ വിലക്കിയിരുന്നു. ഭാരതപ്പുഴയുടെ തീരത്ത് നടക്കുന്ന കുംഭമേള ജനുവരി 16 മുതൽ ഫെബ്രുവരി 3 വരെ നടക്കുമെന്ന് ജുന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം അറിയിച്ചു. മേളയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി. വിവിധ സന്യാസി പരമ്പരകളിൽ നിന്നുള്ളവർ കുംഭമേളയുടെ ഭാഗമാകുമെന്നും അദ്ദേഹം അമൃത ന്യൂസിനോട് വ്യക്തമാക്കി. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി, ആചാര്യ മഹാമണ്ഡലേശ്വർ സ്വാമി, അവദേശാനന്ദ ഗിരി മഹാരാജ് എന്നിവർ കുംഭമേളയുടെ മുഖ്യ രക്ഷാധികാരികളാണ്. കഴിഞ്ഞ വർഷമാണ് പ്രയാഗ്രാജിൽ മഹാകുംഭമേള നടന്നത്. ഇപ്പോൾ കേരളവും കുംഭമേളയ്ക്ക് വേദിയാകുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ജുന അഖാഡയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കേരളത്തിലും കുംഭമേള സംഘടിപ്പിക്കപ്പെടുന്നത്. ജുന അഖാഡയുടെ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം അദ്ദേഹം തന്നെ ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നതായിരിക്കും. സ്വാമി നമസ്കാരം. എങ്ങനെയാണ് ഈ കേരളത്തിലൊരു കുംഭമേള നടത്താനായിട്ടുള്ളൊരു തയ്യാറെടുപ്പ്? പ്രാചീനമായിട്ടുള്ള ഈ ഒരു സംസ്കൃതിയുടെ ധാര കേരളത്തിലുണ്ടായിരുന്നു. അത് ബ്രഹ്മദേവൻ്റെ കാലം മുതൽ അവിടുത്തെ യാഗഭൂമി എന്നുള്ള ഒരു ഐതിഹ്യവുമായി ബന്ധപ്പെട്ട് അതിപൗരാണികമായ കാലം മുതൽ നിലനിന്ന് വന്നതാണ്. പക്ഷേ 270 വർഷങ്ങൾക്ക് മുമ്പ് ബ്രിട്ടീഷുകാരത് നിർത്തലാക്കി. അപ്പോൾ അതിൻ്റെ ഒരു പുനരുജ്ജീവനം, അതിൻ്റെ ശ്രമങ്ങളും കഴിഞ്ഞ ഒരു കുറേ വർഷങ്ങളായിട്ട് പലരായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ രീതിയിലുള്ള പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അവിടെ 2016 മുതൽ നടന്നു വരുന്നുമുണ്ട്. അപ്പോൾ അതിന് ഈ ഭാരതത്തിൻ്റെ മഹാസംസ്കൃതിയുടെ ആചാര പദ്ധതിയുമായിട്ട് ഒന്ന് കൃത്യമായിട്ട് കോർത്തിണക്കുക എന്നുള്ളതാണ് ഈ വർഷം നടക്കുന്നത്. അപ്പോൾ അതിനെ ഇപ്പോൾ പ്രയാഗിൽ ഇതേ സമയത്ത് വലിയ രീതിയിലുള്ള മാഘമഹോത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇന്നലെയാണ് അതിൽ യോഗി ആദിത്യനാഥ്ജിയൊക്കെ സ്നാനം ചെയ്തത് പ്രയാഗ്രാജിലെ മഹാമാഘത്തിൽ. അപ്പോൾ ആ ഒരു സംസ്കൃതിയുടെ ഭാഗം തന്നെയാണ് ഇവിടെ. അത് മുറിഞ്ഞു പോയ കണ്ണിയെ വിളക്കി ചേർക്കുകയാണ്. എന്ന് മുതലാണ് കേരളത്തിലെ കുംഭമേള? എന്ന് മുതൽ എന്ന് വരെയാണ് നടക്കുന്നത്? അത് ജനുവരി 18 മുതൽ മൗനി അമാവാസി, ഫെബ്രുവരി 3 മാഘമാസത്തിൻ്റെ മകം എന്നുള്ളതിൻ്റെ സംസ്കൃതമാണ്. ആ മാഘമാസത്തിൻ്റെ ഏറ്റവും വിശേഷപ്പെട്ട നക്ഷത്രം മകൻ നക്ഷത്രമാണ്. അത് ഫെബ്രുവരി 3 ഇതാണ്. അതുവരെയാണ് കേരളത്തിൻ്റെ ഈ വർഷത്തെ മാഘമഹോത്സവം. പക്ഷേ 16 തൊട്ട് അതിൻ്റെ ചടങ്ങുകൾ തുടങ്ങും. 16, 17, 18 തീയതികളിൽ അതിൻ്റെ പ്രായശ്ചിത്തവും 19 രാവിലെ 11 മണിക്കാണ് ധർമ്മധ്വജാരോഹണം. അത് കേരളത്തിൻ്റെ ആദരണീയനായിട്ടുള്ള ഗവർണറാണ് നിർവഹിക്കുന്നത്. ഈ മറ്റ് 4 സ്ഥലങ്ങളിലും ഈ കുംഭമേള നടക്കുമ്പോൾ വലിയൊരു പങ്കാളിത്തം ഭക്തരുടെയും ഒപ്പം തന്നെ സന്യാസി പരമ്പരകളുടെയൊക്കെ കൊണ്ട് ശ്രദ്ധേയമാണ്. അപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു കുംഭമേള സംഘടിപ്പിക്കുമ്പോൾ എത്രമാത്രം ആളുകൾ, സന്യാസിമാരും ഭക്തരുമായിട്ടുള്ള ആളുകൾ എത്തും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഈ വർഷം നമ്മൾ ഒരു വലിയ വിപുലമായ പദ്ധതി ആലോചിച്ചിരുന്നില്ല.
അത് 2028 ഇവിടെ ഏറ്റവും വൈശിഷ്ട്യമായൊരു സമയം. അതായത് വ്യാഴം സിംഹരാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയം, ഉജ്ജയിനിലെ സിംഹസ്ഥ കുംഭമേളയുടെ അതേ സമയം. അപ്പോൾ അത് ആ ഒരു 28 നമ്മൾ നന്നായി ഒരുങ്ങുക, അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്കാണ് ഈ വർഷത്തെ നമ്മൾ കണ്ടിരുന്നത് ആദ്യഘട്ടത്തിൽ. പക്ഷേ അതിൻ്റെ വാർത്തകൾ വരുന്നതോട് കൂടിയിട്ട് വലിയ രീതിയിൽ പ്രചരിച്ചു. ഇപ്പോൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ആളുകളും ആചാര്യന്മാരും ഒക്കെ എത്തിച്ചേരും എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പോൾ ഈ വർഷം തന്നെ അതൊരു വലിയ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ധാർമ്മിക സംഗമമായിട്ട് നടക്കും. ഏതൊക്കെ സന്യാസി പരമ്പരകളായിരിക്കും ഇവിടെ സഹകരിക്കാനായിട്ടുണ്ടാവുക? എല്ലാ സന്യാസി പരമ്പരകളും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. കുംഭമേളയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്ര പേര്, ഇന്ന ആളുകൾ ഇന്ന സമയത്ത് വരും എന്ന് സന്യാസിമാരെ സംബന്ധിച്ചിടത്തോളം പറയാൻ പറ്റില്ല. അത് ഒരു ട്രഡീഷനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്ന് അവർ ആരും ക്ഷണിക്കാതെ ഇത് വന്നു ചേരുന്നതാണ്. അപ്പോൾ എത്ര പേര് വന്നു ചേരും എന്നുള്ളതൊക്കെ ഒരു പ്രകൃതിയുടെ ഒരു തീരുമാനമാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ മുന്നോട്ട് പോകും തോറും ഇവിടെ നാസിക് കുംഭമേള കഴിഞ്ഞിട്ടാണ് ശരിക്കും ഇതിൻ്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഏറ്റവും വിശേഷമായിട്ടുള്ള സമയം വരിക. അപ്പോൾ നാസിക് കുംഭമേള ഇപ്പോൾ 2027 നടക്കുകയാണ്. നാസിക് കുംഭമേള കഴിഞ്ഞ് അവിടെ നിന്നുള്ള മുഴുവൻ സന്യാസിമാരും കേരളത്തിലേക്ക് വരികയും ഇവിടെ നിന്നുള്ള മാഘമേളയുടെ ഒരു ഇത് കഴിഞ്ഞിട്ട് ഉജ്ജയിൻ കുംഭമേളയിലേക്ക് പോവുകയും എന്നുള്ള രീതിയിൽ ഇതിൻ്റെ മുഴുവൻ കാര്യക്രമങ്ങളും ചിട്ടപ്പെടുത്തി വരും എന്നാണ് നമ്മൾ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ കേരളത്തിൻ്റെ ഒരു ആധ്യാത്മിക മേഖലയിൽ ഈ കുംഭമേളയോടുകൂടി എന്തെങ്കിലും മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്? നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പരിശോധനകൾ നടത്തി കഴിഞ്ഞപ്പോൾ ഈ ത്രിമൂർത്തി മലയിൽ നിന്ന് ആരംഭിച്ച് ത്രിമൂർത്തി സംഗമം വരെയുള്ള ഭാരതപ്പുഴ, ഭാരതത്തിൻ്റെ പേരിൽ ഭാരതത്തിലുള്ള ഏക നദിയാണ്. ഭാരതത്തിലെ എല്ലാ തീർത്ഥങ്ങളും ഗംഗാദേവിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഗമിച്ചിട്ടാണ് ഈ നദി ഉണ്ടാക്കിയതെന്നാണ്. ഇതിൻ്റെ കരയിൽ എല്ലാ സംസ്കൃതിയുമുണ്ട്. പറയിവറ്റ പന്തിരുകുലം ഇതിൻ്റെ കരയിലാണ്. കേരളത്തിൻ്റെ തന്ത്രപാരമ്പര്യമായിട്ടുള്ള മലവാരം ഇതിൻ്റെ കരയിലാണ്. കേരളത്തിൻ്റെ നളന്ത എന്ന് പറയുന്ന കൂടല്ലൂർ കളരി ഇതിൻ്റെ കരയിലാണ്. വേദ കാര്യങ്ങളുടേതായിരുന്ന പാഞ്ഞാൾ, ആ ഭൂമി യാഗഭൂമി ഇതിൻ്റെ കരയിലാണ്. കേരളത്തിൻ്റെ തനതായ വൈദിക സംസ്കൃതി തിരുനാവായ യോഗം എന്നുള്ള നിലയ്ക്ക് തിരുനാവായയിൽ തന്നെയാണ്. പിന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ, പൂന്താനം, മേൽപ്പത്തൂർ ഇവരുടെയൊക്കെ തപോഭൂമി ഇവിടെയാണ്. ആയോധന കളരികൾ, അതിൻ്റെ പിന്നെ കല, വെള്ളിനേഴി, അങ്ങനെയുള്ള ഭൂമി ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ എന്തെല്ലാം ഈ ശാസ്ത്രവും സംസ്കൃതിയുമായി ബന്ധപ്പെട്ട് ഈ ഭൂമിയിലുണ്ടോ അതിൻ്റെ എല്ലാം ഒരു കേന്ദ്രസ്ഥാനം എന്ന് പറയുന്നത് ഈ നിളാനദിയുടെ ഭാരതപ്പുഴയുടെ തടമാണ്. അപ്പോൾ അതിനെ മുഴുവൻ പൂർവികമായിട്ടുള്ളൊരു പ്രൗഢിയിലേക്ക് തിരിച്ചാനയിക്കുക എന്ന് പറയുന്ന ഒരു ദൗത്യത്തിൻ്റെ ആരംഭമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത്. കേരളത്തിനെ സംബന്ധിച്ച് ദേവസ്വം ബോർഡുകളും ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ കുംഭമേളയോട് ദേവസ്വം ബോർഡുകളുടെ ഒരു സഹകരണം ഉണ്ടാകും? അങ്ങനെ എന്തെങ്കിലും ലഭിച്ചു? ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം തീർത്തും പരിചിതമല്ലാത്ത, അല്ലെങ്കിൽ കേരളത്തിലെ പൊതുവിലുള്ള തീർത്തും പരിചിതമല്ലാത്തൊരു കാര്യമാണ് നടക്കുന്നത്. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ തുടക്കത്തിൽ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന സമയത്ത് എല്ലാ ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാരും, ദേവസ്വം ബോർഡ് മന്ത്രി ഇതിൻ്റെ രക്ഷാധികാരിയാണ്, ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും. അപ്പോൾ അവരുടെ ഒരു പരിചയക്കുറവിൽ നിന്നുകൊണ്ട് ഉള്ള അവർക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നറിയാത്ത ഒരു സാഹചര്യങ്ങളുണ്ടാവാം. പക്ഷേ ഇതൊക്കെയായിട്ട് നമ്മൾ സഹകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും വളരെയധികം നന്ദി. കുംഭമേളയ്ക്ക് കേരളവും വേദിയാവുകയാണ്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തിനൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഒരു ലോകം ഒരു ഹൃദയം എന്ന മഹത്തായ സന്ദേശവുമായി അമൃത സർവകലാശാല വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സംസ്ഥാനതല മത്സരങ്ങളുടെ സമാപനവും പുരസ്കാര വിതരണവും നടന്നു. കൊല്ലം അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലായിരുന്നു സമാപന ചടങ്ങുകൾ. ആഘോഷങ്ങളുടെ ഭാഗമായി മുതിർന്ന മാധ്യമപ്രവർത്തകർ പങ്കെടുത്ത മീഡിയ കോൺക്ലേവും നടന്നു. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ പ്രസംഗിച്ചതിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഒരു ലോകം ഒരു ഹൃദയം പരിപാടിയുടെ ഭാഗമായി ചിത്രരചന, ഉപന്യാസം, ക്വിസ് എന്നീ വിഭാഗങ്ങളിൽ ജില്ലാതല മത്സരങ്ങൾ പൂർത്തിയാക്കിയാണ് സംസ്ഥാനതലത്തിൽ മത്സരങ്ങൾ നടന്നത്. സർവകലാശാല ചാൻസലർ കൂടിയായ സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി വീഡിയോ സന്ദേശത്തിലൂടെ മത്സരാർത്ഥികൾക്ക് ആശംസകൾ അർപ്പിച്ചു. അവനവൻ്റെ ഉള്ളിലും പുറത്തും ചെയ്യുന്ന കർമ്മക്കും പ്രകാശം പകരുന്നതായിരിക്കണം വിദ്യാഭ്യാസം. വിവേകവും വിചാരവും ഒരുപോലെ വളർത്താൻ സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. ബാഹ്യപ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവ് പോലെ സമ്പാദിക്കുന്ന പോലെ ആന്തരിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള അറിവും ഉളവാക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. പുറംകണ്ണ് തുറന്നിരിക്കുന്ന പോലെ അകത്തെ കണ്ണും തുറപ്പിക്കാൻ സഹായിക്കുന്നതായിരിക്കണം വിദ്യാഭ്യാസം. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്നേഹം കൊണ്ട് മാത്രമേ
എല്ലാവരെയും ഒരുമിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ദിവ്യ സ്നേഹമാണ് അമ്മ പകരുന്നത്. ഈ ദിവ്യ സ്നേഹമാണ് ആധുനിക മനുഷ്യ മനസ്സുകളിൽ നിന്ന് അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉള്ള പരിഹാരം ഈ ദിവ്യപ്രേമമാണ്. ചടങ്ങിൽ പ്രശസ്ത കവി വി മധുസൂദനൻ നായർ മുഖ്യാതിഥിയായി. അമ്മ എന്ന അമൃതമുണ്ടെങ്കിൽ ലോകം മുഴുവൻ അമൃതം തന്നെയായിരിക്കും. നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ വിധത്തിലുള്ള ഒരമ്മയുടെ സ്നേഹത്തിൻ്റെ അമൃതമാണ്. ചിത്രരചനയിൽ സിദ്ധാർത്ഥ് കൃഷ്ണ, ഉപന്യാസ രചനയിൽ TM സന, AI പെയിന്റിംഗിൽ മലീഹ സുൽത്താന, ക്വിസ് മത്സരത്തിൽ അഭിജിത്ത്, മദൻ മോഹൻ എന്നിവർ വിജയികളായി. കൂടാതെ ജില്ലാതലത്തിൽ മത്സരിച്ച് മികവ് തെളിയിച്ച കുട്ടികൾക്കുള്ള പുരസ്കാരങ്ങളും ചടങ്ങിൽ സമ്മാനിച്ചു. അമൃത സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ മനീഷ വി രമേശ്, ആർട്ടിസ്റ്റ് മദനൻ, ശ്രീജിത്ത് കെ വാര്യർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ഒരു ലോകം ഒരു ഹൃദയം പരിപാടിയുടെ ഭാഗമായി കേരളത്തിലെ മുൻനിര മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടുത്തി സംഘടിപ്പിച്ച മീഡിയ കോൺക്ലേവും ശ്രദ്ധേയമായി. കാലടി സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ KS രാധാകൃഷ്ണൻ മോഡറേറ്ററായി ജെൻസിയുടെ കേരളം ഭാഷ, ചരിത്രം, സംസ്കാരം, മാധ്യമങ്ങളുടെ പങ്ക് എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ചർച്ചയിൽ മനോരമ ന്യൂസ് ഡയറക്ടർ ജോണി ലൂക്കോസ്, 24 ന്യൂസ് എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, മാതൃഭൂമി ന്യൂസ് എഡിറ്റർ രാജീവ് ദേവരാജ്, ന്യൂസ് മലയാളം 24x7 ന്യൂസ് ഡയറക്ടർ TM ഹർഷൻ, ജനം TV എഡിറ്റർ പ്രദീപ് പിള്ള, അമൃത ന്യൂസ് സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. ഒരു ലോകം ഒരു ഹൃദയം എന്ന പേരിൽ മത്സരങ്ങൾക്ക് പുറമെ പ്രദർശനങ്ങൾ ഉൾപ്പെടെ നിരവധി പരിപാടികളാണ് അമൃത വിശ്വവിദ്യാപീഠം സംഘടിപ്പിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനൊരുങ്ങി പാരിപ്പള്ളി അമൃത സ്കൂൾ. മുൻ വർഷങ്ങളിലേതുപോലെ തന്നെ മികച്ച വിജയങ്ങൾ നേടാനുള്ള ഒരുക്കത്തിലാണ് അമൃത വിദ്യാലയത്തിലെ കുട്ടികൾ. ഉപജില്ല, റവന്യൂ ജില്ലാ തലങ്ങളിലെ മികച്ച പ്രകടനങ്ങളുമായി സംസ്ഥാന തലത്തിലേക്ക് എത്തുമ്പോൾ ആവർത്തിച്ചുള്ള പരിശീലനങ്ങളിലൂടെ വിദ്യാർത്ഥികളും അധ്യാപകരും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നന്മയുടെ വിത്തുകൾ പാകി മുളപ്പിക്കും പോലെയാണ് അമൃത വിദ്യാലയങ്ങൾ കുട്ടികളെ വളർത്തിയെടുക്കുന്നത്. വിദ്യാർത്ഥികളുടെ സർഗാത്മകതയും സാംസ്കാരിക അവബോധവും സമൂഹ നന്മയ്ക്കായി ഉതകും വിധമാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയങ്ങളിൽ ഊന്നിയുള്ള പാഠ്യേതര പ്രവർത്തനങ്ങൾ. അങ്ങനെ സാംസ്കാരിക സാമൂഹിക വളർച്ചയ്ക്കൊപ്പം വ്യക്തിത്വ വികസനത്തിനും ഊന്നൽ നൽകി സ്കൂൾ കലോത്സവ വേദികളിൽ മികവാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ ഒരുങ്ങുകയാണ് പാരിപ്പള്ളി അമൃത സ്കൂളും. ഉപജില്ല, റവന്യൂ ജില്ലാ തലങ്ങളിൽ കൈവരിച്ച നേട്ടങ്ങൾ സംസ്ഥാന തലത്തിലും തുടരാനാണ് കുട്ടികളും അധ്യാപകരും തയ്യാറെടുക്കുന്നത്. മാതാ അമൃതാനന്ദമയി മഠത്തിൻ്റെ കീഴിലുള്ള ഈ സ്കൂള് ലോകമാതാവായ അമ്മയുടെ അനുഗ്രഹത്താൽ സമ്പന്നമായ ഈ സ്കൂള് ഇവിടെ ക്ഷേത്രകലകളടക്കം വിവിധ കലാമത്സരങ്ങൾക്ക് കുട്ടികൾ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സബ് ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് ഓവറാൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. അതിൻ്റെ പിന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചു നിന്നത് നമ്മുടെ സ്കൂളിൻ്റെ മാനേജറായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തുര്യാമൃതാനന്ദ സ്വാമി തന്നെയാണ്. മോഹിനിയാട്ടം, കേരള നടനം, കൂടിയാട്ടം തുടങ്ങിയ ക്ഷേത്ര കലാരൂപങ്ങളിലും വാദ്യ സംഗീത കലാരൂപങ്ങളായ മദ്ദളം, പഞ്ചവാദ്യം എന്നിവയിലും അമൃത സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്നുണ്ട്. വന്ദേമാതരം, ഇംഗ്ലീഷ് റെസിറ്റേഷൻ, കവിതാരചന, പുരാണ കഥകളെ ആസ്പദമാക്കിയുള്ള യക്ഷഗാനം എന്നിവയാണ് പാരിപ്പള്ളി അമൃത സ്കൂളിലെ കുട്ടികൾ മത്സരിക്കുന്ന മറ്റിനങ്ങൾ. അവസാനവട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി മുൻവർഷങ്ങളിലേതുപോലെ ഇത്തവണയും മികച്ച വിജയങ്ങൾ നേടാനാകും എന്ന ആത്മവിശ്വാസത്തിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും. അമൃത ന്യൂസ്, കൊല്ലം. ഇനി വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ K. ദിലീപ് ചേരുകയാണ്. ദിലീപ്, എങ്ങനെയായിരിക്കും ഇന്നത്തെ വിപണിയിൽ ഉണ്ടാകുന്ന മാറ്റം? ഏത് രീതിയിലായിരിക്കും ഇന്ന് വ്യാപാരം ആരംഭിക്കുക? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. ഇന്നലെ വലിയൊരു താഴ്ചയിൽ നിന്നും വിപണിയിൽ തിരിച്ചുകയറ്റം ഉണ്ടായിരുന്നു.
വളരെ അപ്രതീക്ഷിതമായിരുന്നു വിപണിയിൽ ഇന്നലെ ആ ഒരു നീക്കമുണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്ത്യയും US തമ്മിലുള്ള വ്യാപാര കരാർ US പ്രഥമ പരിഗണനയിലാണെന്നും അടുത്തു തന്നെ വ്യാപാര കരാർ നിലവിൽ വന്നേക്കുമെന്ന് പുതിയ US അംബാസഡർ പ്രഖ്യാപിച്ചത് വിപണിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആവേശമായിരുന്നു ഇന്നലെ തിരിച്ചുകയറ്റമുണ്ടായത്. മറ്റൊരു പ്രധാനപ്പെട്ട കാരണം വിപണി കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഒരു അതിവിൽപ്പനയിലായിരുന്നു. ആ ഒരു അതിവിൽപ്പനയുടെ ഘട്ടത്തിൽ നിന്നും നിക്ഷേപകർ ഓഹരികൾ തിരിച്ചു വാങ്ങാൻ കാണിച്ച ഒരു താല്പര്യമായിരുന്നു ഇന്നലെ ആ വിപണി മുന്നോട്ട് നീങ്ങാനും പ്രേരിപ്പിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിൽ വിപണി നിക്ഷേപ താല്പര്യം തുറന്നേക്കുമെന്നുള്ള ഒരു സൂചന ഇത് നൽകുന്നുണ്ട്. 26,000 എന്നുള്ള നിലവാരം തന്നെയായിരിക്കും മുൻനിര ഓവർ സൂചികയായി നിഫ്റ്റിക്ക് പ്രധാനം. ആ ഒരു നിലവാരത്തിലേക്ക് കടന്ന് വ്യാപാരം നടക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങളും വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടത് കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങളാണ്. വരും ദിവസങ്ങളിൽ കമ്പനികളുടെ പ്രവർത്തന ഫലങ്ങൾ ഏത് രീതിയിൽ വിപണിയെ സ്വാധീനിക്കുമെന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും വിപണിയിൽ ഉണ്ടാകുന്ന നീക്കങ്ങൾ. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ നിലപാടുകളും നിർണായകം തന്നെയായിരിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി തുടരുന്ന വിൽപ്പന കഴിഞ്ഞ ദിവസവും ആവർത്തിച്ച് ഏതാണ്ട് 3,000-ഓളം കോടി രൂപയുടെ വിൽപ്പനയാണ് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ നടത്തിയത്. ഇന്ന് നേട്ടത്തിൽ തന്നെയായിരിക്കും വ്യാപാരം തുടങ്ങുക. വലിയ തോതിലുള്ള കയറ്റിറക്കങ്ങൾ പ്രതീക്ഷിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഘടകങ്ങളെല്ലാം വിപണിയുടെ ഇന്നത്തെ നീക്കത്തിൽ നിർണായകമായിരിക്കും. ശരി, അതാണ് ഇന്ന് വിപണിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. ലോക ചിക്കൻ കറി ദിനത്തിൽ സംഗീത അർച്ചനയുമായി ഈസ്റ്റേൺ. കേരളത്തിൻ്റെ തനത് രുചി വൈവിധ്യങ്ങളെയും സാംസ്കാരിക പൈതൃകത്തെയും കോർത്തിണക്കിയാണ് ചിക്കൻ സോങ് എന്ന പേരിൽ ഫോക്ക് റോക്ക് മ്യൂസിക് ഫിലിം കൊച്ചിയിൽ പുറത്തിറക്കിയത്. പിന്നണി ഗായകൻ സൂരജ് സന്തോഷും നടൻ മണിക്കുട്ടനും അണിനിരക്കുന്ന ചിത്രത്തിൽ നാടൻ തനിമയും ആധുനിക താളവും ഒത്തുചേരുന്നു. മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലും ആഘോഷങ്ങളിലും ഒഴിച്ചുകൂടാനാകാത്ത സാന്നിധ്യമായ കോഴിക്കറി വിഭവത്തോടുള്ള ആദരമാണ് ഈ സംഗീത ശില്പമെന്ന് ഈസ്റ്റേൺ CEO ഗിരീഷ് നായർ പറഞ്ഞു. ഫുഡ് കൾച്ചർ സെലിബ്രേറ്റ് ചെയ്യണ ഒരു പാട്ടാണ് ചിക്കൻ. കേരളത്തിൽ മാത്രമല്ല എല്ലാ മലയാളീസിൻ്റെയും ഒരു ഫേവറേറ്റ് ഡിഷാണ്. അത് എങ്ങനെയാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക, അതിന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സോങ് ആണിത്. Chicken curry with Eastern chicken curry masala. Same way, I'm sure you all will all enjoy this song also very much. Do go through and both on social media as well as others, wherever you can. Enjoy it, dance to it, sing with it. 4, 3, 2 and 1, here we go. Eastern presenting Eastern chicken song for all our Malayali audience out there, everyone. कोड़ी कोदी बने बुले लागे ए बोडी कडल बने बेलिला दे ए कोड़ी कोदी बने उले लागे ओडी कडल बने बेलिला दे കോളേട്ടൻ കോയാക്ക ബാബുവേട്ടൻ കോഴി ചിരിയുള്ള സാബു ചേട്ടൻ കയ്യാകെ സന്തോഷം തൂക്കി തന്നേ ഇഷ്ടത്തിലെല്ലാരും മേവിച്ചെന്നേ. 10ാം വയസ്സിൽ കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റിയ ഒരു 5ാം ക്ലാസ്സുകാരിയുണ്ട് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ. പിതാവിന് അപകടത്തിൽ പരിക്കേറ്റതോടെ പിതാവ് നടത്തിയിരുന്ന LED ബൾബ് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുകയായിരുന്നു 5ാം ക്ലാസ്സുകാരി ഗൗരി ഗാവേഷ്. ജീവിതം വഴിമുട്ടിയ കുടുംബത്തിന് പ്രതീക്ഷയുടെ വെളിച്ചമാവുകയാണിവൾ. പ്രതിസന്ധികളുടെ ഇരുട്ടിൽ നിന്ന് തെളിഞ്ഞ പ്രകാശമായി വീടിൻ്റെ വെളിച്ചമായി മാറിയ 5ാം ക്ലാസ്സുകാരി ഗൗരി ഗാവേഷ്. അപകടത്തിൽ പരിക്കേറ്റ് അച്ഛൻ ചികിത്സയിലായപ്പോൾ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗവും നിലച്ചു. ഇതോടെ കുടുംബത്തിൻ്റെ ഭാരം മുഴുവൻ ആ കുഞ്ഞു ചുമലിൽ അവൾ ഏറ്റുവാങ്ങി. കളിയും ചിരിയും നിറയേണ്ടുന്ന ബാല്യം, പേനയും പെൻസിലും കളിക്കോപ്പുകളും ഏന്തേടുന്ന കുരുന്ന കൈകൾ. പക്ഷേ അവൾ മുറുകെ പിടിച്ചതാകട്ടെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന സോൾഡറിങ് അയൺ. LED ബൾബ് നിർമ്മാണമായിരുന്നു വീടിൻ്റെ വരുമാന മാർഗം. അച്ഛൻ്റെ പരിക്ക് മൂലം ഇത് നിലച്ചതോടെ അവൾ 3ാം ക്ലാസ്സിലെ അവധിക്കാലത്താണ് ആദ്യമായി ബൾബ് നിർമ്മാണ രംഗത്തേക്ക് എത്തുന്നത്. ഒരു ദിവസം ഞാൻ അച്ചാടിക്ക് ചോദിച്ചു, എന്താ നമ്മുടെ വീട് പണി മാത്രം എന്താ നടക്കാത്തതെന്ന്. അപ്പോൾ അച്ചായ പറഞ്ഞ് വീട് പണി നടത്താൻ ബൾബ് വിറ്റ് പൈസ കിട്ടിക്കഴിയുമ്പോൾ വീട് പണി നടത്താമെന്ന് പറഞ്ഞ് പിന്നെ അച്ചായ്ക്ക് കൈ മേലാതെ വന്ന് അപ്പോൾ ഞാൻ സഹായിക്കാൻ തുടങ്ങി. ഞാൻ 3ാം ക്ലാസ്സിലെ വെക്കേഷൻ മുതലാണ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പം 5ാം ക്ലാസ്സിലാണ് ഞാൻ പഠിക്കുന്നത്.
പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ട്യൂഷനും കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ബൾബുണ്ടാക്കും. ഇപ്പം എൻ്റെ അനിയത്തി എന്നെ സഹായിക്കും. അച്ഛൻ ചെയ്ത് കാണിച്ചത് കണ്ടു പഠിച്ചായിരുന്നു തുടക്കം. ഇന്ന് സ്കൂൾ വിട്ട് വീട്ടിലെത്തി ട്യൂഷനും പഠനവും കഴിഞ്ഞാൽ പിന്നെ നേരെ എത്തുന്നത് പണിപ്പുരയിലേക്കാണ്. സോൾഡറിങ് ചെയ്യുന്നതും സോക്കറ്റിലേക്ക് ഫിറ്റ് ചെയ്യുന്നതും ഉൾപ്പെടെ എല്ലാം തികഞ്ഞ പ്രൊഫഷണൽ രീതിയിൽ ചെയ്തു തീർക്കും. 2 വർഷങ്ങൾക്കിടയിൽ നിരവധി അനുമോദനങ്ങളും ഗൗരിയെ തേടിയെത്തി. ഇന്ന് ചേച്ചിയുടെ പാത പിന്തുടർന്ന് അനുജത്തി 2ാം ക്ലാസ്സുകാരി ശരണ്യയും LED ബൾബ് നിർമ്മാണത്തിലൊപ്പമുണ്ട്. 2 പേരും കൂടി 50-നടുത്ത് ബൾബുകളാണ് ദിവസവും നിർമ്മിക്കുന്നത്. ഈ ബൾബുകൾ ഓൺലൈൻ വഴി വിറ്റഴിച്ച് കിട്ടുന്ന പണമാണ് ഇന്ന് ആ കുടുംബത്തിൻ്റെ വരുമാന മാർഗം. ഈ വെളിച്ചമാണ് ഗൗരിയുടെ പ്രതീക്ഷ. പ്രതിസന്ധികൾ ഈയാമ്പാറ്റകളെ പോലെ എത്ര വട്ടം ചുറ്റിയാലും ഒളിമങ്ങാതെ അവൾ പ്രകാശിക്കും. ആലപ്പുഴയിൽ നിന്നും ആദർശനൊപ്പം അജയ് നാഥ്, അമൃത ന്യൂസ്. സാംസ്കാരിക നഗരിയിൽ കലയുടെ മഹോത്സവത്തിന് നാളെ കൊടിയേറ്റം. കലോത്സവത്തിന്റെ മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. 14 മുതൽ 18 വരെ 25 വേദികളിലായി 250 ഇനങ്ങളിൽ 15,000-ഓളം കലാപ്രതിഭകൾ മാറ്റുരയ്ക്കും. കൗമാര കലാമേളയുടെ ഉദ്ഘാടനം 14-ന് രാവിലെ 10 മണിക്ക് വടക്കുംനാഥ ക്ഷേത്ര മൈതാനിയിൽ എക്സിബിഷൻ ഗ്രൗണ്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഹരീഷ് നാരായൺ ചേരുകയാണ്. ഹരീഷ്, ഗുഡ് മോർണിംഗ്. എന്തായാലും സാംസ്കാരിക നഗരത്തിലാണ് ഇത്തരമൊരു കലാവിരുന്നൊരുങ്ങാൻ പോകുന്നത്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും വിദ്യാർത്ഥികൾ മാത്രമല്ല, കേരളത്തിലുള്ള എല്ലാവരും വലിയ ആവേശത്തിലാണ്. ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ലിജിൻ, വെരി ഗുഡ് മോർണിംഗ്. ഈ 64ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ശക്തൻ്റെ തട്ടകം സുസജ്ജമാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. അതിൻ്റെ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എനിക്ക് പുറകിൽ ഇപ്പോൾ കാണാൻ പറ്റും ഈ പ്രധാന വേദിയാണ്. അതിൻ്റെ ആ പ്രധാന പണികളെല്ലാം തന്നെ അവസാനിച്ചിരിക്കുന്നു. ആ മുൻവശത്ത് നമ്മുടെ ആ ഒരു സ്കൂൾ കലോത്സവത്തിനെ അനുസ്മരിപ്പിക്കുന്ന, അതോടൊപ്പം തന്നെ തൃശ്ശൂരിനെ ശക്തൻ്റെ തട്ടകത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ പതിച്ച ആ ഒരു ഫ്ലെക്സ് ബോർഡുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. കലയുടെ ആ ഒരു മാമാങ്കം, അതിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളെല്ലാം തന്നെ അവിടെ പതിച്ചിരിക്കുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും 64ാമത് സ്കൂൾ കലോത്സവമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള ചില ആർട്ട് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ കലയുടെയും അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ഈ കുട്ടികളുടെ ആ ഒരു കഴിവിനെ പരിപോഷിപ്പിക്കാനുള്ള ആ കാര്യങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള 64ാമത് സ്കൂൾ കലോത്സവത്തിൻ്റെ ഒരു ടാബ്ലോ രൂപം അല്ലെങ്കിൽ ഒരു നിശ്ചല രൂപം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നിരവധി ആർട്ടിസ്റ്റുകൾ മണിക്കൂറുകളോളം ഇത്തരത്തിൽ പണിയെടുത്താണ് ഇത്തരത്തിലുള്ള രൂപങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതെല്ലാം നമ്മൾ ഈ ഒരു കലോത്സവത്തോടനുബന്ധിച്ച് സ്ഥിരം നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. എന്തായാലും കഴിഞ്ഞ കലോത്സവത്തെക്കാൾ കൂടുതൽ ഇത്തരത്തിലുള്ള ആർട്ട് വർക്കുകളെല്ലാം ഇവിടെ ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. നിരവധി ആളുകൾ ഇപ്പോഴും ഇതിൻ്റെ പണിപ്പുരയിലുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഇത് പൂർണ്ണമായും ഈ ഒരു പണി തീരും. അതിനുശേഷം നാളെയാണ് നമ്മുടെ കലാമാമാങ്കം. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. ഇവിടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില ആർട്ടിസ്റ്റുകളെല്ലാം തന്നെ ഉണ്ട്. ചേട്ടനാണോ ഇതിൻ്റെ ഈ ആർട്ട് വർക്കിന് പുറകെ? പേരെന്താണ്? എൻ്റെ പേര് യദുകൃഷ്ണൻ. ഞാൻ കാലടി ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ ഇപ്പോൾ ശില്പകലാ അധ്യാപകനായിട്ട് ജസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. എന്താണ് ഈ ഒരു വർഷത്തെ ഇതിൻ്റെ ഒരു ആർട്ട് വർക്ക് എങ്ങനെയാണ്? ഇതിനെക്കുറിച്ച് പറയും. ഇത് ഇവിടുത്തെ ഇപ്പോൾ റിസപ്ഷൻ കമ്മിറ്റി തന്നിട്ടുള്ളൊരു അസൈൻമെൻ്റ് ആണ്. നമുക്ക് കൊടിമരം എന്നതിൽ വിട്ടിട്ട് അതൊരു ശില്പ രൂപത്തിലേക്കൊക്കെ അതിനെ കൊണ്ടുവരണം. അതിൽ മറ്റുള്ളവർക്ക് ചിന്തിക്കാനുള്ളൊരു സ്പേസൊക്കെ വേണം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുത്തൊരു ഫോമും ഡീറ്റെയിൽസൊക്കെയാണ് ഇത്. മാത്രമല്ല ഈ തൃശ്ശൂരാവുന്നതുകൊണ്ട് ചില ഈ പൂരവുമായി ബന്ധപ്പെട്ട ചില അങ്ങനെയുള്ള ആർട്ട് കൂടി അതിൽ നമ്മൾ തൃശ്ശൂരാകുമ്പോൾ സ്വാഭാവികമായിട്ട് പൂരം ഉണ്ടാവും, ആനയുണ്ടാവും. അപ്പോൾ ഒരു ആനയുടെ ഒരു നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആനയുടെ ഒരു സൈഡ് വ്യൂ, ഒരു അബ്സ്ട്രാക്റ്റ് ആയിട്ട് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ 6 ബ്രഷും കൂടി ചേർന്നിട്ട് ഒരു 4 എന്ന് പറഞ്ഞ നമ്പർ ആവുന്നുണ്ട്. നമ്പർ 6-ന് നമ്മൾ ഒരു വീണയുടെ ഒരു രീതിക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നെ മേളിൽ നിന്ന് ട്രബിൾ ക്ലിഫ് എന്ന് പറഞ്ഞിട്ട് ജി ക്ലിഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മ്യൂസിക് സിമ്പിളുണ്ട്. അത് താഴേക്ക് വരുമ്പോൾ ഒരു പാലറ്റ് ആവുന്നുണ്ട്, ആനയുടെ തുമ്പിക്കൈ ആവുന്നുണ്ട്. 64 ചലങ്കമണികൾ 64 കലകളെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. 64 കലോത്സവത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് 64 ചലങ്കമണികളുണ്ട്. അങ്ങനെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വായിച്ചെടുക്കുക. എങ്ങനെയൊക്കെ ഒരു കലാകാരൻ എങ്ങനെയൊക്കെ അത് വായിച്ചെടുക്കുക അങ്ങനെയൊക്കെ അല്ലേ?
ആവണമെന്നില്ല, ആർക്കും വായിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ആ ഒരു 64ാമത് കലോത്സവത്തിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇത് എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൽ ഈ കലാകാരന്മാരുടെ ആ വർക്ക് അവരെ വളരെയധികം പ്രശംസിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതെല്ലാം അവസാന ഘട്ടത്തിലാണ്. ഇനി അധികം സമയമില്ല. ഇന്ന് വൈകിട്ടോട് കൂടി തന്നെ ഇത് പൂർണ്ണമാവും. ഇന്ന് മറ്റ് ഒരുപാട് പരിപാടികളുണ്ട്. 8 മണിക്ക് കുട്ടികളുടെ അക്കോമഡേഷൻ സെന്ററുകളുടെ സന്ദർശനമുണ്ടാവും മന്ത്രിയുടെ നേതൃത്വത്തിൽ. 9 മണിക്ക് ഫുഡ് കമ്മിറ്റിയുടെ കലവറ നിറയ്ക്കലുണ്ട്. 9:15 രജിസ്ട്രേഷന്റെ ഉദ്ഘാടനമാണ്. 10 മണിക്ക് പ്രോഗ്രാം കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേജ് മാനേജറുമായുള്ള പരിശീലനം ഉണ്ടാകും. 11:30 മീഡിയ സെന്റർ ഉദ്ഘാടനം. 12 മണിക്ക് ആദ്യ ബാച്ചിന്റെ സ്വീകരണം ഉണ്ടാവും. 1 മണിക്ക് അക്കോമഡേഷൻ സെന്ററിൽ കുട്ടികൾക്ക് സ്വീകരണം ഉണ്ടാവും. 2 മണിക്കാണ് ഭക്ഷണ പന്തലിന്റെ പാല് കാച്ചുണ്ടാവുക. ഇത്തവണയും പഴയടമാണ് ഈ ഒരു കലോത്സവത്തിനുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണം ഒരുക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഈ ഒരു കലയരങ്ങിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. തൃശ്ശൂരിന്റെ തട്ടകം, ശക്തന്റെ തട്ടകം അതിന് ഒരുങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ് ലിജി. എന്തായാലും സാംസ്കാരിക നഗരിയിലാണ് കലോത്സവം നാളെ കൊടിയേറുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും നിർവഹിക്കുക. എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഹരീഷായിരുന്നു വിവരങ്ങൾ നൽകിയത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിൽ അവനൊപ്പമെന്ന് കോൺഗ്രസ് പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ. പ്രതിസന്ധി നേരിടാൻ അതിജീവിതന് മനക്കരുത്തുണ്ടാകട്ടെ എന്നും ശ്രീന പറഞ്ഞു. രാഹുലിനെതിരെ മാധ്യമങ്ങൾ ഇല്ലാ കഥകൾ മെനയുകയാണ്. ചില മാധ്യമങ്ങൾക്ക് അത് അജണ്ടയാണെന്നും ശ്രീനാദേവി പറയുന്നു. പരാതികളിൽ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. 3ാം പരാതിയിലും അസ്വാഭാവികത എന്നും കുടുംബ ബന്ധങ്ങൾക്ക് മൂല്യം കൽപ്പിക്കാത്തതിന്റെ പ്രശ്നമാണ് ഇതെന്നും ശ്രീനാദേവി ആരോപിക്കുന്നു. ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു പ്രതികരണം. സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡ് പരിശീലകൻ സാബി അലോൺസോയെ പുറത്താക്കി ടീം മാനേജ്മെന്റ്. ഞായറാഴ്ച നടന്ന സ്പാനിഷ് സൂപ്പർ കപ്പ് ഫൈനലിൽ ബാഴ്സലോണയോട് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് തീരുമാനം. പിന്നാലെ അൽബലോവയെ റയൽ മാഡ്രിഡിന്റെ പുതിയ പരിശീലകനായി നിയമിച്ചു. ക്ലബ് വേൾഡ് കപ്പ് സെമിഫൈനൽ വരെ ടീമിനെ എത്തിച്ചതിന് ശേഷം അലോൺസോ മികച്ച തുടക്കമാണ് നൽകിയത്. തുടർന്നുള്ള 14 മത്സരങ്ങളിൽ 13 ജയങ്ങൾ സ്വന്തമാക്കിയിരുന്നു. പിന്നീട് തുടർച്ചയായി 5 മത്സരങ്ങൾ വിജയിച്ചെങ്കിലും സൂപ്പർ കപ്പ് ഫൈനലിലെ തോൽവിയോടെ സാബിക്ക് പുറത്തേക്കുള്ള വഴി തെളിയുകയായിരുന്നു. എന്നാലും ഗുഡ് മോർണിംഗ് കേരളം പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ കാണുക. നമസ്കാരം.